നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യ സാർ ചാനലിലേക്ക് സ്വാഗതം. സർ, വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടു, നരേന്ദ്രമോദി പരാജയപ്പെട്ടു, അമിത്ഷാ തോറ്റു, അല്ലെങ്കിൽ മറ്റുള്ളവർ തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ശരിക്കും സർ, ആരാണ് പരാജയപ്പെട്ടത്? നമ്മുടെ നാടാണോ, നമ്മുടെ വനിതകളാണോ? ആരാണ് സർ പരാജയപ്പെട്ടത്? ശരിക്കും നമ്മുടെ നാടും നമ്മുടെ വനിതകളുമാണ് പരാജയപ്പെടുത്തപ്പെട്ടത്. പരാജയപ്പെട്ടതല്ല, അവരെ പരാജയപ്പെടുത്തിയതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷം, ഇന്ത്യ മുന്നണി അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും ലോകസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥ വരുത്തുകയും ചെയ്തുകൊണ്ട് വനിതാ സംവരണ ബില്ല് നടപ്പാക്കുന്നതിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇവിടെ അവർ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 2023 വനിതാ സംവരണ ബിൽ പാസ്സാക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുകയും എന്നാൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള അടുത്ത ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് പാസ്സാക്കിയ ഒരു ബില്ല് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ നടപ്പാക്കിയാൽ പോരെ, അതിനൊരു നോട്ടിഫിക്കേഷൻ പോരെ, എന്തിനാണ് ലോക്സഭ വിളിച്ചത്, വോട്ടെടുത്തത് എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വനിതകൾക്ക് 1/3 സംവരണം നൽകുക എന്നുള്ള ബില്ല് പാസ്സാക്കുമ്പോൾ അത് എങ്ങനെയാണ് പാർലമെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, എങ്ങനെയാണ് മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കുക, ഈ കാര്യങ്ങളൊക്കെ വളരെയേറെ പ്രസക്തമാണ്. അതിന് കാരണം 1971 അന്നത്തെ സെൻസസ് അനുസരിച്ചാണ് ഇതിനു മുമ്പുള്ള മണ്ഡലങ്ങൾ ക്രമീകരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ 543 ലോക്സഭാ മണ്ഡലങ്ങൾ നമുക്ക് നിലവിലുള്ളത് 1971 സെൻസസ് പ്രകാരമാണ്. അന്ന് നമ്മുടെ ജനസംഖ്യ 50 കോടി പോലും ഇല്ല, ഏതാണ്ട് 47-49 കോടി മാത്രമാണ്. പക്ഷെ ഇന്ന് നമ്മൾ 150 കോടി ജനസംഖ്യയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓരോ സെൻസസ് കഴിയുമ്പോഴും ആ സെൻസസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം ചെയ്യണം എന്നാണ് നിയമം. പല കാരണങ്ങളാൽ അത് മാറ്റിവെക്കേണ്ടി വന്നു. അവസാനം അത് 25 കൊല്ലത്തേക്ക് ഫ്രീസ് ചെയ്യാനുള്ള നിയമ ഭേദഗതി, 82ാം നിയമ ഭേദഗതി വരെ നമുക്ക് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത വർഷം 2027 സെൻസസ് നടപടികൾ പൂർത്തിയാകുമ്പോൾ പുതിയ സെൻസസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യക്ക് 150 കോടി ജനസംഖ്യ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ആനുപാതികമായി ഈ മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കും. പുതിയ പാർലമെന്റ് മണ്ഡലം പണിതപ്പോൾ, ആ മന്ദിരം പണിതപ്പോൾ ആ കെട്ടിടത്തില് 850 MP ഇരിക്കാനുള്ള സൗകര്യം, ലോകസഭയിലെയും രാജ്യസഭയിലെയും MP ഒന്നിച്ച് സമ്മേളിപ്പിക്കാനുള്ള 1500 പേരുടെ ഹാൾ, ഇതെല്ലാം സജ്ജീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 1/5 മാത്രം ജനസംഖ്യയാണ് അമേരിക്കയിലുള്ളത്. പക്ഷെ അമേരിക്കയിൽ പോലും അവരുടെ പാർലമെന്റ് മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഏതാണ്ട് 700ഓളം പാർലമെന്റ് അംഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പരിപൂർണമായ ജനാധിപത്യ രാജ്യം, ഇത്രയും വലിയ ജനസംഖ്യയുള്ള ലോകത്തെ 1ാമത്തെ രാജ്യം, ആ അടിസ്ഥാനത്തിൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് 850, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി പറഞ്ഞാൽ 815, പിന്നെ കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ 850, സംസ്ഥാനങ്ങൾക്ക് 815, കേന്ദ്രഭരണം ഉൾപ്പെടെ 850 ആകെ MP സൃഷ്ടിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പകുതിയിലധികം വരുന്ന വനിതകൾ, അവർ വിദ്യാസമ്പന്നരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ഭരണക്രമത്തിൽ ഏർപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇതൊക്കെ അവർ തെളിയിച്ചു കഴിഞ്ഞു. ത്രിതല ഗ്രാമപഞ്ചായത്തില്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവിടെയൊക്കെ തന്നെ 1/3 വനിതാ പ്രാതിനിധ്യം നൽകി കഴിഞ്ഞു. സജീവമായിട്ട് ഇന്ന് പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെ സ്ത്രീകൾ നേതൃത്വം വഹിക്കുന്നുണ്ട്, ഭരണാധികാരം കൈയാളുന്നുണ്ട്, ഭരണരംഗത്ത് ഇടപെടുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അസംബ്ലിയിലും അതുപോലെ തന്നെ പാർലമെന്റിലും ഇതേ തത്വം നടപ്പാക്കിയാൽ മാത്രമേ നമ്മുടെ 150 കോടി വരുന്ന ജനസംഖ്യയിലെ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാനും നടപ്പാക്കിയെടുക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വളർച്ചയിലും വികാസത്തിലും അവർക്ക് അവരുടേതായ പങ്ക് വഹിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പുറത്തു നിൽക്കുന്ന NDA മുന്നണിയിലുള്ളവർക്ക്
പരമ്പരാഗതമായിട്ട് അവർ ശീലിച്ചു വന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണിത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വടക്കേ കേരളത്തിലുള്ള അവരുടെ നേതാക്കന്മാരെ മുഴുവൻ എടുത്തു നോക്കൂ. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അതായത് കുടുംബവാഴ്ചയുടെ സവർണ മേധാവിത്വത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയപ്പെടുന്ന CPIM. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറയാനുമില്ല. മോട്ടിലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ കാലം വരെ അവര് കുടുംബവാഴ്ചയാണ്. അപ്പോൾ കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയം ഇന്ത്യയിൽ പിടിമുറുക്കി കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും BJP ഒഴികെ കുടുംബവാഴ്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബവാഴ്ച നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ഭയപ്പെടുകയാണ്. കാരണം വനിതകൾ രംഗത്തേക്ക് വരികയും പുരുഷ കേന്ദ്രീകൃതമായ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനം അപ്രസക്തമാവുകയും ചെയ്താൽ അധികാരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. നമുക്കറിയാം, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ് ഇവരൊക്കെ പരസ്യമായിട്ട് ചോദിച്ചു, ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് റോഡിൽ കിടന്ന് വെയിൽ കൊണ്ടത്, എന്തിനാണ് സമരം ചെയ്തത്, അപ്പോൾ ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ വനവാസത്തിന് പോണോ എന്നൊക്കെ ചോദിച്ചവരാണ് ലാലു പ്രസാദ്, മുലായം സിംഗ് പോലെയുള്ള ആൾക്കാർ. മറ്റുള്ളവരത് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അവർ പ്രാവർത്തികമാക്കി കാണിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ ഇന്ത്യയിലെ പകുതിയിലധികം വലിയ നാരീശക്തിയെ അങ്ങേയറ്റം അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്ത നടപടിയാണ് ഇന്ത്യ മുന്നണി ചെയ്തിരിക്കുന്നത്. ഏതായാലും BJP രാജ്യവ്യാപകമായി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും പത്രസമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രതിഷേധ പരിപാടികൾ വരും. പിന്നീട് ഗ്രാമതലങ്ങളിൽ, നഗരതലങ്ങളിൽ എല്ലാ വീടുകളിലേക്കും ഈ സന്ദേശം എത്തിക്കാവുന്ന തരത്തിലുള്ള അതിവിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികൾ വനിതകളുടെ നേതൃത്വത്തിൽ തന്നെ രാജ്യമാസകലം കെട്ടിപ്പടുക്കാനും ഈ ഒരു സംഗതിയുടെ പ്രാധാന്യം, ഇത് നടപ്പാക്കേണ്ടതിന്റെ അത്യാവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് BJP ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇന്ത്യ മുന്നണി ഇവിടെ പ്രതിക്കൂട്ടിലാകാൻ പോവുകയാണ്. കാരണം അവരാണ് ഈ ബില്ലിനെ ജനിക്കുന്നതിന് മുമ്പ് കൊലപ്പെടുത്തിയത് എന്നുള്ള സത്യമാണ് പുറത്ത് വരാൻ പോകുന്നത്. സർ, നമ്മൾക്കറിയാം, ഇപ്പോ ഈ സ്ത്രീകൾക്ക് 1/3 സംവരണം കൊടുക്കുക എന്നുള്ള ചെറിയ 1/3 പകുതിയല്ല പറഞ്ഞിട്ടുള്ളത്, 1/1 അതുപോലും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ 50 കോടിയിൽ നിന്ന് 150 കോടിയിലേക്ക് എത്തി നിൽക്കുന്ന ഭാരതത്തിലെ ജനസംഖ്യ, അത് എത്രത്തോളമാണ് ജന ഉപദ്രവമായി മാറുക എന്നുള്ളത് സാധാരണക്കാരോട് എങ്ങനെയാണ് സാർ ലളിതമായിട്ട് പറയുക? കാരണം കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും ഇന്ത്യ മുന്നണിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാർ, അവരെ സംബന്ധിച്ച് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ അവർക്ക് അറിയില്ല. കാരണം 1000 ജനങ്ങൾക്ക് ഒരാളുള്ളതും 100 ജനങ്ങൾക്ക് ഒരാളുള്ളതും തമ്മിലുള്ള വ്യത്യാസം അതെങ്ങനെയാ സാർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക? അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇപ്പോ കേരളത്തില് 20 പാർലമെന്റ് അംഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒരാൾ പോലും വനിതയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ തവണ ഐക്യജനാധിപത്യ മുന്നണി 20 സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരേ ഒരാളെ മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കേരളത്തിന്റെ നിയമസഭ എടുത്തു നോക്കിയാലും ഇന്ത്യയുടെ പാർലമെന്റ് എടുത്തു നോക്കിയാലും 10% മുതൽ 15% വരെ മാത്രമാണ് വനിതകൾ ഉള്ളത്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്ന് നോക്കൂ, അവിടെയും പുരുഷാധിപത്യമാണ്. ഇപ്പൊ കേരളത്തില് ഐക്യജനാധിപത്യ മുന്നണി ജയിച്ച് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ തമ്മിൽ തെല്ലുന്ന 3 മുഖ്യമന്ത്രി മോഹികളെ നോക്കൂ, അവിടെ ഒരു വനിതയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഒരു വനിത LDF-നും ഇല്ല, UDF-നും ഇല്ല. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണല്ലോ, വനിതകളെ പാടെ മറന്നുകൊണ്ടുള്ള നീക്കമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലും MLA MP-മാരുടെ തെരഞ്ഞെടുപ്പിലും മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോഴും മുഖ്യമന്ത്രിമാരെ കുറിച്ച് ആലോചിക്കുമ്പോഴും എല്ലാം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പുലർത്തുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നോക്കൂ, ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, അതിനുശേഷം റിസൾട്ടിന് നമ്മൾ കാത്തിരിക്കുകയാണ്. LDF-ഉം UDF-ഉം നിർത്തിയ സ്ഥാനാർത്ഥികളിൽ എത്ര പേര് വനിതകളുണ്ട്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയ പാർട്ടി BJP-യാണ്. അപ്പോൾ BJP-ക്ക് ഈ വനിതകളുടെ കാര്യത്തിൽ പറഞ്ഞ ആദർശത്തോട് പ്രതിബദ്ധതയുണ്ട്, അത് നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യവുമുണ്ട്. പക്ഷെ കോൺഗ്രസിനില്ല, CPI-ക്കില്ല, CPM-നില്ല, മുസ്ലിം ലീഗ് പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായ, അവരെ സംബന്ധിച്ച് വേണമെങ്കിൽ പറഞ്ഞാൽ വിപ്ലവകരമെന്ന് പറയാം. കാരണം വനിതകൾ ഹറാമാണല്ലോ.
പള്ളി പോലും കയറ്റിയല്ല. എന്നിട്ട് പോലും അവര് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വനിതയെ കയറ്റാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അവർ പോലും മാറി. പക്ഷെ കോൺഗ്രസ് മാറില്ല, കമ്മ്യൂണിസ്റ്റുകാർ മാറില്ല, അവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ്. അവർ ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ, ഇതിനു മുമ്പ് ജയിച്ചവർ, അതിന് മറുപടിയാണ്. ഇനി ജയിക്കാൻ പോകുന്നവരും അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിയമം വരികയാണെന്ന് ഇരിക്കട്ടെ, പഞ്ചായത്ത് ഇലക്ഷൻ പോലെ കൃത്യമായും 1/3 വനിതകൾക്ക് കിട്ടും. ഇതാണ് നമുക്കത് മനസ്സിലാക്കാവുന്ന ഉദാഹരണം. സർ, മറ്റൊന്നാണ് ഇവർ ഇതിന് പറയുന്ന ന്യായീകരണമാണ് മണ്ഡല പുനർ ഏകീകരണം. ഇപ്പോ ഈ പറയുന്ന 500 മുകളിലുള്ളത് 800 മുകളിലേക്ക് പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ടും അതിൽ കള്ളക്കളികൾ നടത്തുന്നു എന്നുള്ളൊരു വ്യാജ പ്രചാരണം കൃത്യമായിട്ടും ഇവർ നടത്തുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിലെ യാഥാർത്ഥ്യങ്ങൾ മാന്യജനങ്ങളോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും സർ? അതായത് മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയുമ്പോൾ നമുക്കിതിനു മുമ്പ് 2008 കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ അന്ന് ഇല്ലാതായി, പകരം 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടായി. അതുപോലെ കേരളത്തില് 12ഓളം അസംബ്ലി സീറ്റുകൾ ഇല്ലാതായി, പകരം 12ഓളം അസംബ്ലി സീറ്റുകൾ ഉണ്ടായി. അന്ന് സീറ്റ് വർദ്ധിപ്പിച്ചില്ല, അതിന്റെ അതിർത്തി മാത്രം പുനർനിർണയിച്ചതേ ഉള്ളൂ. എന്നാൽ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടേതും ആയ മണ്ഡലങ്ങൾ ഇല്ലാതായി. പക്ഷെ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മുസ്ലിങ്ങൾക്ക് ജയിക്കാവുന്ന ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ധാരാളമായിട്ടുണ്ടായി. മലപ്പുറം ജില്ലയിൽ മാത്രം 4 പുതിയ മണ്ഡലങ്ങൾ ഉണ്ടായി, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ. കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഉണ്ടായതും മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. അങ്ങനെയാണ് വയനാട് ലോക്സഭാ മണ്ഡലമൊക്കെ മുസ്ലിം ഭൂരിപക്ഷമായി മാറിയത്. പറയുമ്പോൾ വയനാട് എന്ന് പറയും, മണ്ഡലം മുഴുവൻ കിടക്കുന്നത് ഇവിടെയാണ്, മലപ്പുറത്താണ് എന്ന് പറഞ്ഞതുപോലെയുള്ള അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് 543 ലോക്സഭാ അംഗങ്ങൾ എന്നുള്ളത് 850 ലോക്സഭാ അംഗങ്ങളായിട്ട് വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റും. മാത്രമല്ല, വനിതകളായിട്ടുള്ളവർ വന്നാൽ പോലും, അതായത് 293 വനിതകൾ വന്നാൽ പോലും ബാക്കിയുള്ള 500-ലധികം പേര് പുരുഷന്മാർക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ പുരുഷന്മാരുടെ പ്രാതിനിധ്യം കുറയുന്നില്ല, പുരുഷന്മാരുടെ പ്രാതിനിധ്യം കൂടുന്നു, സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുന്നു എന്ന് മാത്രം. ഇതാണ് കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന കാര്യം. പക്ഷെ ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സ്ഥാനങ്ങളിലേക്ക് വനിതകളെ കൊടുത്താൽ, ആ വനിതകൾ അവരുടെ കഴിവ് തെളിയിച്ചാൽ പിന്നെ പുരുഷന്മാർക്ക് ഇവിടെ സ്ഥാനം. ഇതാണ് ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുത്തുന്ന വിഷയം. അതുകൊണ്ടാണ് അവരിതിനെ എതിർക്കുന്നത്. അല്ലാതെ ഒരിക്കലും മണ്ഡല പുനർനിർണയത്തിൽ ഏതെങ്കിലും ആൾക്കാർക്ക് നഷ്ടം വരികയില്ല. ഇപ്പൊ മണ്ഡല പുനർനിർണയം എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആകെയുള്ള ജനസംഖ്യയെ എന്ന് പറഞ്ഞാൽ വോട്ടർമാരുടെ എണ്ണത്തെ ആകെയുള്ള മണ്ഡലത്തിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു മണ്ഡലത്തില് ശരാശരി എത്ര ലക്ഷം പേരാണ് വരിക, അത്ര ലക്ഷം പേര് ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ആണ് ഒരു മണ്ഡലമാക്കി മാറ്റുക. ഇത് രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്ന് ആരംഭിച്ച് മറ്റേ അറ്റത്ത് അവസാനിക്കുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും അലോട്ട് ചെയ്തിരിക്കുന്ന എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കേരളത്തില് 20 മണ്ഡലം ഉള്ളത് BJP പറഞ്ഞ നിയമം അനുസരിച്ചാണെങ്കിൽ 30 മണ്ഡലമായിട്ട് മാറും. അതായത് 1/3 വർദ്ധിക്കും. 30 മണ്ഡലമായിട്ട് മാറുമ്പോൾ കേരളത്തിനകത്തുള്ള വോട്ടർമാരുടെ എണ്ണത്തെ 30 കൊണ്ട് ഹരിക്കും. അങ്ങനെ 30 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എത്ര ലക്ഷം പേരാണ് വരേണ്ടത്, അത്രയും ലക്ഷം പേരെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലോക്സഭാ മണ്ഡലം രൂപീകരിക്കുന്നു. അതിനടുത്ത അത്രയും പേരെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത മണ്ഡലം രൂപീകരിക്കുന്നു. അങ്ങനെ തെക്ക് മുതൽ വടക്ക് വരെയോ വടക്ക് മുതൽ തെക്ക് വരെയോ നിർണയിച്ചു കഴിയുമ്പോൾ ഇന്ന് 20 ലോക്സഭാ മണ്ഡലമുള്ള കേരളത്തിൽ 30 ലോക്സഭാ മണ്ഡലമാവും. രണ്ടാം ഘട്ടമായിട്ട് അതിനകത്ത് 10 എണ്ണം, അതായത് 1/3 വനിതാ മണ്ഡലമായിട്ട് മാറ്റും. പിന്നെയോ പട്ടികജാതി പട്ടികവർഗ സംവരണം ജനസംഖ്യാനുപാതികമായി പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അത് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടി ഒരു 2 വർഷക്കാലം സമയമെടുക്കും. അത് ചെയ്യാൻ വേണ്ടിയാണ് 2007 പുറത്തു വരുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിച്ചത്. എങ്കിൽ മാത്രമേ 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമമനുസരിച്ചുള്ള 850 പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കാനും അതിന്റെ 1/3 വനിതകളുണ്ട് എന്ന് ഉറപ്പുവരുത്താനും സാധിക്കുകയുള്ളൂ. അതാണ് ഇതിന്റെ ശാസ്ത്രീയമായ നടപടിക്രമം.
സർ, ഇത് സഭയിൽ പരാജയപ്പെടുമെന്നുള്ള ധാരണയുണ്ടായിട്ടും ഈ ഒരു ബില്ല് അവതരിപ്പിക്കുക വഴി, കാരണം നമ്മളെ ഭരിക്കുന്ന നരേന്ദ്രമോദിജി ആയാലും അമിത്ഷാ ആയാലും ഇവരൊക്കെ ബുദ്ധിരാക്ഷസന്മാരാണ് എന്ന് നമ്മൾക്കറിയാം. അപ്പൊ ഇത്തരത്തിൽ പരാജയപ്പെടും എന്നുള്ള ധാരണ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇത് സഭയിൽ അവതരിപ്പിച്ചതും ഇങ്ങനെ പരാജയം സ്വയം ഏറ്റുവാങ്ങിയതും? അത് BJP-യുടെ പരാജയം എന്ന് ആഘോഷിക്കുമ്പോഴും അത് പരാജയം ശരിക്കും എവിടെയാണ്? ജനങ്ങൾക്കാണ് പരാജയം, സ്ത്രീകൾക്കാണ് പരാജയം എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴും എങ്ങനെയാണ് സർ അതിനെ നമ്മൾക്കൊന്ന് വിശദീകരിക്കാനാവുക? അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന്റെ ഭരണശൈലി, ആ ശൈലിയിൽ വേണമെങ്കിൽ BJP-ക്ക് ചെയ്യാം. കോൺഗ്രസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? കോൺഗ്രസ് കാര്യങ്ങൾ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോവുക ചെയ്യും. ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇപ്പൊ രാമക്ഷേത്ര നിർമ്മാണം BJP അധികാരത്തിൽ വന്നപ്പോഴാണല്ലോ നടന്നത്. 60 വർഷക്കാലമായി നടക്കുന്ന കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക, ഒരിക്കലും തീർക്കാതിരിക്കുക. ഇതായിരുന്നു കോൺഗ്രസിന്റെ നയം. BJP-യുടെ നയം അങ്ങനെയല്ല, തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 370-ാം വകുപ്പ് 70 കൊല്ലക്കാലം നീട്ടിക്കൊണ്ടുപോയി. ആ വകുപ്പ് മാറ്റിയില്ല, ഒരു നിയമനിർമ്മാണവും വേണ്ടി വന്നില്ല. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, പാർലമെന്റിൽ വന്ന് നിന്ന് അമിത്ഷാ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് അങ്ങ് വായിച്ചു, 370-ാം വകുപ്പ് റദ്ദ് ചെയ്തിരിക്കുന്നു, അവിടെ തീർന്നു. ഇത് പറയാനുള്ള തന്റെ ഇടം നെഹ്റുവിനില്ലായിരുന്നു, അതിനുശേഷം വന്ന ആർക്കും ഇല്ലായിരുന്നു. അമിത്ഷാ വന്നപ്പോ അതങ്ങ് നടന്നു. പക്ഷെ 70 കൊല്ലം നീട്ടിക്കൊണ്ടുപോയി. അപ്പം 60 കൊല്ലക്കാലം രാമക്ഷേത്രം നീട്ടിക്കൊണ്ടുപോയി, 70 കൊല്ലക്കാലം 370-ാം വകുപ്പ് നീട്ടിക്കൊണ്ടുപോയി. അതുപോലെ 70 കൊല്ലക്കാലം നീട്ടിക്കൊണ്ടുപോയതാണ് മുത്തലാഖ്. അപ്പൊ മുത്തലാഖും ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അങ്ങ് എടുത്തു കളഞ്ഞാൽ ഇവിടെ കത്തും എന്നൊക്കെ പറഞ്ഞു, കത്തിയില്ലല്ലോ. അപ്പോ മുത്തലാഖ് എടുത്തു കളഞ്ഞു, 70 കൊല്ലക്കാലം. അപ്പോ ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കം തീരുമാനിച്ചെന്താ, ഇത് ഒരു കാലത്തും തുടരേണ്ട കാര്യമില്ല, ഇത് അവിടെ ഇരുന്നോട്ടെ, അനന്തമായിട്ട് നീട്ടിപ്പൊയ്ക്കോട്ടെ. പക്ഷെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ രാജ്യം സഫർ ചെയ്യുകയാണ്, രാജ്യം നഷ്ടം സഹിക്കുകയാണ്. അപ്പോ ആ നഷ്ടം സഹിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കണം, കാലത്തിന് മുമ്പേ മാറണം. അതിന് കടുത്ത തീരുമാനങ്ങൾ വേണ്ടി വന്നാൽ കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. ഇതാണ് BJP-യുടെ നയം. അവിടെ ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കി നിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാരണം ഭരണഘടനയാണ്, നിയമമാണ്. നിയമമനുസരിച്ച് 2026 കൊണ്ട് ഈ പറഞ്ഞ പുനഃസംഘടനയുടെ കാലാവധി തീരുക. 2026 വരെ ഈ പറഞ്ഞ മണ്ഡലം പുനഃസംഘടന ഫ്രീസ് ചെയ്യാനായിട്ട് 25 കൊല്ലം മുമ്പെടുത്ത തീരുമാനമുണ്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത്. അങ്ങനെ തീരുമാനമുണ്ടത് 2026 തീരുക. അപ്പൊ സമയം കഴിഞ്ഞു. ഭരണഘടനാപരമായിട്ട് ഇത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഭരണഘടനാപരമായി നിർവഹിക്കേണ്ട ഒരു കാര്യം നിർവഹിക്കുക, അതിന്റെ വിജയമോ പരാജയമോ എന്നുള്ളത് പാർലമെന്റ് തീരുമാനിക്കട്ടെ എന്നാണ് BJP തീരുമാനിച്ചത്. സർ, ഇതില് ഇപ്പോ ഈ ഒരു വനിതാ സംവരണം 3-1 വരുന്നതോടുകൂടി, അതല്ലെങ്കിൽ വന്നു എന്ന് തന്നെ വിചാരിക്കുക, ഇതിൽ ഈ മുസ്ലിം സംവരണത്തിനെ ഇത് ബാധിക്കുന്നുണ്ടോ സർ? ഈ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കരയേണ്ട വല്ല കാര്യമുണ്ട്? എങ്ങനെയാണ് സർ അതിന്റെ വിശദീകരണം വരിക? ഈ ചോദ്യം പാർലമെന്റില് പ്രതിപക്ഷം ഉന്നയിക്കേണ്ടായി. മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീ സംവരണത്തിനകത്ത് മുസ്ലിം സ്ത്രീക്ക് പ്രത്യേക സംവരണം കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചില ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടായി. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടനയിൽ മതപരമായി സംവരണം കൊടുക്കാൻ അനുവദിക്കുന്നില്ല, അത് നിയമവിരുദ്ധമാണ്. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ നിയമവിരുദ്ധമായിട്ട് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുന്നതാണ്. കാരണം നമ്മളൊരു മതേതര രാജ്യമാണ്. മതേതര രാജ്യത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ പറ്റില്ല. ഇനി മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നിരിക്കട്ടെ, അപ്പൊ ക്രിസ്ത്യാനിക്ക് കൊടുക്കണ്ടേ, ബുദ്ധന്, ജൈനന്, പാഴ്സിക്ക്, എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പോ പിന്നെ ഇന്ത്യയുടെ മതേതര സ്വഭാവം തന്നെ പോയില്ലേ? അതുകൊണ്ട് അത് അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടാണ് അത് സാധ്യമല്ല എന്ന് പറഞ്ഞത്. ആ ഒരു വാദം കൊണ്ടുവന്ന് അറിവില്ലാത്ത ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് BJP മുസ്ലിം വിരുദ്ധമാണ്, അതുകൊണ്ട് മുസ്ലിം സംവരണം കൊടുത്തില്ല എന്ന് വാദിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ കൃത്യമായ മറുപടി കൊടുത്തു, ഭരണഘടനയിൽ അങ്ങനെ പറയുന്നില്ല, അതുകൊണ്ട് അത് സാധ്യമല്ല എന്ന് തന്നെ മറുപടി കൊടുക്കുകയുണ്ടായി. മാന്യ പ്രേക്ഷകരെ, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവിടെ വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തി നരേന്ദ്രമോദിജിയെ തോൽപ്പിച്ചു, NDA പരാജയപ്പെടുത്തി, RSSനെയും BJPയെയും അമിത്ഷായും ഒക്കെ പരാജയപ്പെടുത്തിയെന്ന് വലിയ വായിൽ പ്രചാരണം കൊടുത്ത മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ പരാജയപ്പെട്ടത് ആരാണ്? ആർക്കാണ് ഇവിടെ പിന്നോക്കാവസ്ഥ വരാൻ പോകുന്നത്? എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ടും എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ ഇത്ര ലളിതമായി തന്നെ ജയസൂര്യൻ സാർ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല.
കാരണം ഈ പറയുന്ന വനിതാ സംവരണം അതല്ലെങ്കിൽ നവോത്ഥാനം എന്നൊക്കെ വലിയ വാക്കിൽ വിളിച്ച് പറയുന്ന ആളുകളുടെ ഇരട്ടത്താപ്പ്, ഇന്ത്യ മുന്നണിയുടെ ഇരട്ട മുഖം, അതല്ലെങ്കിൽ ഇരട്ട തന്ത സ്വഭാവം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇവിടെ വെളിവായിട്ടുള്ളത്. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സാർ ഇത്രയും ലളിതമായി തന്നെ മാന്യ പ്രേക്ഷകരിലേക്ക് ഈ വിവരം എത്തിച്ചിട്ടുള്ള സാറിന് വളരെയധികം നന്ദി. എന്തായാലും മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് പിന്നീട് വരാം. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.